അപ്പോൾ മാതാജി പറഞ്ഞു സന്യാസത്തെക്കുറിച്ച്. കുറേ പേർക്ക് സന്യാസം കൊടുക്കണം. ഒരു അധ്യാപകനായ ഒരാൾ എൻ്റെ അടുത്ത് വന്നു സന്യാസത്തിൽ. അദ്ദേഹം ഇപ്പോൾ സന്യസിച്ചു, എൻ്റെ അടുത്ത് വരാറുണ്ട്. അപ്പോൾ എൻ്റെ ക്ലാസ്സുകൾ കേൾക്കാണ് അദ്ദേഹം വന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു സ്വാമിജി സന്യാസം തരണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഒറ്റയ്ക്ക് നടക്കാൻ കെൽപ്പില്ലാത്ത ഞാൻ മറ്റൊരാളെ കൂടെ ചുമന്നത് എങ്ങനെയാണ്? ആരോഗ്യം വേണ്ട സന്യാസത്തിന്. പ്രഭാകരൻ സ്വാമിജിക്ക് കുറേ ആരോഗ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് നിങ്ങളൊക്കെ രക്ഷപ്പെട്ടു. എനിക്കതിനുള്ള ആരോഗ്യമില്ല, എന്നെ കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഈ സന്യാസം എന്ന് പറയുന്നത് നമുക്ക് കൊടുക്കാനുള്ളവർക്ക് അത് കൊടുക്കാൻ തോന്നിക്കുക, വാങ്ങിക്കാൻ വരുന്നവർക്കത് വാങ്ങിക്കാൻ തോന്നിക്കുക. ഇത് വാങ്ങാൻ വരുന്ന ആൾക്ക് മാത്രം മനസ്സ് വന്നാൽ കൊടുക്കുന്നുണ്ടൊരു ഫലമില്ല. അങ്ങനെയുള്ള രണ്ടും കൂടെ ചേർന്ന പാരസ്പര്യം എന്നതിനെ പറയും. രണ്ടും കൂടെ ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിൽ മാത്രം നിങ്ങൾ ആശ്രയിക്കുക. അദ്ദേഹം വിദ്വാനായിരുന്നു, നല്ലോണം വായിക്കും, നല്ല പണ്ഡിതനാണ്, പുസ്തകങ്ങൾ നല്ലോണം എഴുതിയിട്ടുണ്ട്. അതിനെല്ലാം പ്രേരക വസ്തു ഞാനായിരുന്നു. സംസ്കൃതം പഠിക്കാനൊക്കെ പ്രേരിപ്പിച്ചു. ഇപ്പം നല്ല എഴുത്തുകാരനാണ്, പ്രഭാഷകനാണ്, തൃശ്ശൂർ ജില്ലയിൽ അറിയപ്പെടുന്ന സ്വാമിജിയാണ്. അപ്പം അദ്ദേഹം ഇപ്പോഴും എന്നോട് പറയും സ്വാമി തന്ന പ്രേരണയാണ് പുസ്തകം വായിക്കാൻ കഴിഞ്ഞത്. അല്ല, എന്താണെന്നറിയാം, ഇദ്ദേഹം എൻ്റെ അടുക്ക വരുമ്പം ഞാനൊരു തലത്തിലിരുന്നുകൊണ്ട് പറഞ്ഞു അതൊരു പ്രേരണയായിരുന്നു മാത്രം. ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുമ്പം ഈ ആശ്രമത്തിൽ വരുമ്പം എന്തോരം ആളുകൾ ഉണ്ടാകുമെന്നൊന്നും എനിക്കൊരു പ്രതീക്ഷയില്ല. അതിലൂടെ വന്ന് മാതാജിയെ വിളിച്ചു, എങ്ങനെയാണ് വരേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ വരണം, കണ്ണനല്ലൂർ എന്ന് പറയുന്ന സ്ഥലം കഴിഞ്ഞിട്ട് അവിടം വരെ, അത് കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്തിൻ്റെ പേരും കൂടെ പറഞ്ഞ് ഓർമ്മയില്ല, അപ്പോൾ ഓർമ്മിച്ച് വെച്ചിരുന്നു. ആ പേപ്പർ ചുരുട്ടി കളഞ്ഞ് ഇവിടെ വന്നിറങ്ങിയപ്പോൾ കാര്യം ആവശ്യം കഴിഞ്ഞു എഴുതി ഇന്നലെ വെച്ചിരുന്നു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് ബസ് കയറി. ബസ്സുകാരൻ ചോദിച്ചു എങ്ങോട്ട് പോകുന്നു? ഞാൻ പറഞ്ഞു ഇന്ന പോലൊരു സ്ഥലത്തേക്കാണ്. കുറേ കാലം കൂടിയിട്ടാണ് ബസ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ അടുത്തൊരു സുഹൃത്തിനെ കിട്ടി, അതുകൊണ്ടൊരു ഗുണം കിട്ടി, അയാളെ ഉപദേശിച്ച് നന്നാക്കി. അപ്പോൾ ഇങ്ങോട്ട് വന്ന ബസ് യാത്രയിൽ ഗുണം ഉണ്ടായില്ല. ഇവിടെ ഒരു ഗൃഹസ്ഥനെ കിട്ടിയില്ലെങ്കിലും ബസ്സിനകത്ത് കിട്ടിയില്ല. അപ്പം നമുക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരുന്നിടത്ത് കിട്ടുന്ന രീതിയിൽ നമുക്ക് ഉപദേശം. വിചാരങ്ങള് ശരിയായ വണ്ണം നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ബുദ്ധിയുക്തനായ മനുഷ്യനാകില്ല. സമത്വ ചിത്തയോടുകൂടിയ വിചാരശീലനാകാൻ നമ്മൾ ആദ്യം അറിവ് തേടിച്ചെന്ന് പ്രയത്നിച്ച് അത് മനസ്സിലാക്കി വെച്ച് അതിൻ്റെ അന്തസത്ത നമ്മുടെ ആത്മാവിൽ ലയിച്ച് ചേർന്നെങ്കിൽ മാത്രമേ എൻ്റെ അരികിൽ വരുന്ന എല്ലാവരും എൻ്റെ വാക്ക് കേൾക്കുമ്പോൾ, എൻ്റെ പ്രവൃത്തി കാണുമ്പോൾ അവരിൽ ദേഷ്യമോ അവർക്ക് എന്നോട് വിയോജിപ്പോ ഇല്ലാണ്ടാവുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ സ്വാമിജിമാരെ? നമ്മൾ അരികിൽ ആരും വരട്ടെ, കോപിഷ്ടം വരട്ടെ, അല്ലെങ്കിൽ വളരെ സ്നേഹമുള്ളവർ വരട്ടെ, രണ്ടു കൂട്ടരെയും നമുക്ക് ഒന്നിപ്പിക്കാൻ പറ്റും. ഞാൻ ഒരിടത്ത് നിൽക്കുകയാണ്, ഇപ്പോഴല്ല വർഷങ്ങൾക്ക് മുമ്പാണ്, ഇച്ചിരി പ്രായം കുറവാണ്. നിൽക്കുമ്പോൾ ഒരാൾ വന്നു, ഇച്ചിരി ബുദ്ധി കുഴപ്പമാണ്. അയാൾ വന്നിട്ട് കുറേ എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ കേട്ട് നിന്ന് സന്യാസിയല്ലേ, സംയമനം, ഇതൊക്കെ ആലോചിച്ച് നിന്ന് ഗീതാശ്ലോകങ്ങളൊക്കെ കേൾക്കാൻ പാടില്ലാത്തതെല്ലാം ഇങ്ങനെ പുള്ളിയുടെ നാവിൽ നിന്ന് വന്നു. അപ്പം ഞാൻ ആലോചിച്ചൊരു കഥ. ബുദ്ധൻ്റെ അരികിൽ ചെന്ന ഒരാൾ അസഭ്യം പറഞ്ഞു ബുദ്ധനെ. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ബുദ്ധനോട് അയാൾ ചോദിച്ചു, ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾ എന്താ ഒന്ന് പ്രതികരിക്കാതിരുന്നെന്ന് ചോദിച്ചു. സാധാരണ എങ്ങനെയാണല്ലോ, നമ്മളെ എടാന്ന് വിളിച്ചാൽ പോടാന്ന് വിളിക്കുന്ന ലോകമാണ്. അത് സ്വാമി ആയിക്കോട്ടെ ആസാമി ആയാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഉടനെ ബുദ്ധൻ പറഞ്ഞ മറുപടി, നിന്റെ വീട്ടിലേക്ക് ഒരു അതിഥി വന്നെന്ന് വിചാരിക്കുക. ആരാ അതിഥി? അയാളെ നീ വേണ്ട വിധത്തിൽ സൽക്കരിച്ചില്ല, നീ മൈൻഡ് ചെയ്തില്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യും? ഇപ്പൊ എഴുന്നേറ്റ് പോയതുപോലെ അയാൾ അങ്ങ് പോകും. മനസ്സിലായോ? സ്വാമിജി ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാനിങ്ങനെയാണ്. അതായത് എന്താ, നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വന്നാൽ അയാള്
നമ്മൾ മൈൻഡ് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും? അയാൾ ഇറങ്ങി അങ്ങ് പോകും. അതുപോലെ നീ എന്തൊക്കെ എന്നെ പറഞ്ഞോ, ഞാൻ അതിനെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ അതൊക്കെ എങ്ങോട്ട് വരും? നിന്നിലേക്ക് തന്നെ വരും. അപ്പൊ നീ വിളിച്ചതൊക്കെ ആരെയാ? നിന്നെ തന്നെ. ഇതാണ് നമ്മളെ ഗുരുക്കന്മാർ പഠിപ്പിച്ചത്. അതാണ് വിചാരശീലന്മാരുടെ ലക്ഷണം. മനസ്സിലായി? ഇതൊക്കെ നമ്മൾ ഓർത്ത് വയ്ക്കുക. ലാസ്റ്റ് പിന്നെ ബുദ്ധിമാനായ, പിന്നെ മന്ദബുദ്ധിയായ മനോരോഗിയായ ആൾക്കുണ്ടോ നമ്മളെ തെറി പറയുന്നതിൽ വല്ല സ്റ്റോപ്പ്? അവസാനം അവിടെ ഒരു ചെറിയ വടി കിടന്നു. ഞാൻ വെറുതെ നീ ഇനിയും പറയുമല്ലേടാന്ന് വെച്ചൊന്ന് കൂലിഞ്ഞ് അതെടുത്തപ്പോഴേക്ക് അയാൾ ഓടി. നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ചില സമയത്ത് ചില പ്രതിക്രിയകൾ നമ്മൾ ചെയ്തിരിക്കണം എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. മനസ്സിലായല്ലോ? ഇനി പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. കർമ്മയോഗത്തിൻ്റെ വലിയൊരു രൂപരേഖയല്ല ഈ സദസ്സിന് വേണ്ടുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നോക്കിയിരുന്നു, നിങ്ങളെല്ലാവരും കുംഭകർമ്മ സേവയിലായിരുന്നു. ഇപ്പം ആരും ഉറങ്ങുന്നില്ല. അപ്പോൾ അതിൽ നിങ്ങളെ ഉണർത്താനുള്ള വിദ്യയാണ് ഈ കർമ്മയോഗിയായിട്ട് ഞാനിരുന്ന് അനുഭവിക്കുന്നത്. എന്താ? ഉണരുക, അതല്ലേ? ഉണരണം, ഇനി ഉറങ്ങണം, ഭുജിക്കണം, അശനം പുണരേണം എന്നിവണ്ണം അണയും അനേക വികല്പമാകയാൽ ആരുണരുവതുള്ളൊരു നിർവികാര രൂപം എന്ന് നാരായണ ഗുരുദേവൻ ആത്മോപദേശത്തിൽ പറയും. ഭക്ഷണം കഴിക്കണം, പിന്നെ ഉറങ്ങണം, ഉണരണം, ഉറങ്ങണം, ഇങ്ങനെയുള്ള ശീലങ്ങൾ മാത്രമാക്കിയാൽ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളൊന്നും ആർക്കും ഗ്രഹിക്കാൻ പറ്റില്ല, നമുക്ക് ആർക്കും പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഉറങ്ങാൻ ഒരു സമയം വയ്ക്കുക. ഉറങ്ങാൻ എന്ത് വേണം? ഒരു നിശ്ചിത സമയം. അപ്പോൾ ഉറങ്ങണം. ബാക്കി എല്ലാ സമയവും എന്ത് ചെയ്യണം? കണ്ണ് അല്പം വോൾട്ടേജ് പവറിൽ ഇങ്ങനെ നോക്കിയിരിക്കണം. അപ്പോൾ എന്ത് വരും? ഉറക്കം നമ്മളിൽ നിന്ന് മാറും, തമോഗുണം മാറും. അതുകൊണ്ട് പറയുകയാണ്, ബുദ്ധിയുക്താഹി മനീഷ, സമത്വ ബുദ്ധിയോടുകൂടിയ വിചാരശീലന്മാരായ മനീഷികൾ എന്ത് ചെയ്യുന്നു? കർമ്മജം, കർമ്മത്തിൽ നിന്നുണ്ടാകുന്ന, എന്തിൽ നിന്നുണ്ടാകുന്ന? കർമ്മം. വിചാരശീലന്മാരായ മനീഷികള് കർമ്മത്തിൽ നിന്നുണ്ടാകുന്ന, കർമ്മത്തിൽ നിന്ന് ജനിക്കുന്ന, ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങൾ കേൾക്കുന്നു ഇല്ലേ? നിങ്ങളുടെ മനസ്സിൽ ഒരു പ്രത്യേക ശാന്തത ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഈ ശാന്തതയിലൂടെയാണ് ക്ലാസ് എടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് ഗ്രഹിക്കാൻ പറ്റിയ അറിവിനെ. ഞാനിനി ഇങ്ങോട്ട് വന്നിട്ട് കടിച്ചാൽ പൊട്ടാത്ത 2-3 ശ്ലോകങ്ങൾ ചൊല്ലി എന്തായിരിക്കും സ്ഥിതി? ഒരു രക്ഷയില്ല. വാനരസ്യ വിവാഹേതു ഗർദഭാ കലു ഗായകാ പരസ്പരം പ്രശംസന്തി അഹോരൂപം അഹോസ്വരം. എല്ലാം പിടിയിക്കുകയാണ്. വാനരന്റെ വിവാഹം നടക്കുകയാണ് വനാന്തരത്തിൽ. മരങ്ങളെല്ലാം വർണ്ണത്തോരണങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. അവിടെ ആസ്ഥാന ഗായകനായ കഴുതകൾ വന്ന് പാട്ട് പാടി. വാനരനെ നല്ലോണം കല്യാണമാകുമ്പോൾ ഒരുക്കണ്ടേ? ചെറുക്കൻ നല്ലോണം ഒരുങ്ങണോ വേണ്ടയോ? ചെറുക്കനും പെണ്ണും ഒക്കെ നല്ലോണം ഒരുങ്ങി നിൽക്കുക. അപ്പൊ ചെറുക്കൻ്റെ രൂപം കണ്ടിട്ട് അഹോ രൂപം, ആരാ പറയാ? കഴുത. എത്ര മനോഹരമായ രൂപമാണ് ആരുടേത്? വാനരൻ. ഉടനെ വാനരൻ കഴുതയെ നോക്കിയിട്ടുണ്ട്. അഹോ സ്വരം, എത്ര മനോഹരമായ സ്വരമാണ് ആരുടേത്? ഇത് രണ്ടും കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി? ഈ ശ്ലോകത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് തോന്നി? ഇത് രണ്ടും സംഭാവ്യമല്ല. ഏത് രണ്ടും? സ്വരവും സംഭാവ്യമല്ല, രൂപവും സംഭാവ്യമല്ല. എന്താ കാര്യം? കഴുതയുടെ രൂപം നിങ്ങൾക്കറിയാം, അയാൾ എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. വാനരന്റെ രൂപവും നിങ്ങൾക്കറിയാം, കഴുതയുടെ സ്വരവും നിങ്ങൾക്കറിയാം. ബേ എന്നാണ് കഴുതയുടെ സ്വരം. നേരത്തെ ഇവിടെ ഒരു കീർത്തനം ചൊല്ലി. ഇനി നമ്മളാണ് അത് ആ കീർത്തനം ചൊല്ലാൻ പോകുന്നതെങ്കിൽ എന്തായിരിക്കും? കഴുതയും മാറിപ്പോകും. എന്താ കാര്യം? നമ്മുടെ സ്വരം കൊള്ളില്ല, ഉള്ളത് പോലെ പറയണം. അപ്പൊ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്തുതി പറഞ്ഞിടുമെങ്കിൽ അനാരതം മുദിതരാകും അശേഷത്തിന്. ഈ ലോകം ഇപ്പൊ സ്തുതിയിലാണ്. എല്ലാവരെയും സ്തുതിച്ച് പറയും, എല്ലാവരെയും പ്രകീർത്തിക്കുക. അങ്ങനെ പറഞ്ഞാൽ എല്ലാവരും ഉദിതരാകും എന്ന് ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും സന്തുഷ്ടരാകും. അങ്ങനെ ഒരു ലോകത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നെങ്കിൽ
ഇവിടെ മനീഷികൾ അങ്ങനെയല്ല. എന്താ? കർമ്മജം ഫലം തെക്വാ. കർമ്മജം, കർമ്മത്തിൽ നിന്നുണ്ടാകുന്നതായിരിക്കുന്ന ഫലത്തെ, സുഖമായിക്കോട്ടെ ദുഃഖമായിക്കോട്ടെ, അതിൻ്റെ ഫലത്തെ തെക്വാ, ത്യജിച്ചിട്ട്, ഉപേക്ഷിച്ചിട്ട്. വിചാരശീലന്മാരായ മനീഷികൾ കർമ്മത്തിൽ നിന്നുണ്ടാകുന്ന ഫലത്തെ ത്യജിക്കുന്നു. അതുകൊണ്ടാണ് അവരെ എന്ത് പറയുന്നത്? കർമ്മയോഗികൾ. ഇപ്പം നിങ്ങളെ അങ്ങനെ പറയാൻ പറ്റുമോ? മാതാജി നല്ല ഭക്ഷണം കൊടുക്കാണ്ടിരിക്കട്ടെ ഉച്ചയ്ക്ക്. മനസ്സിലായോ? സോമശേഖര ക്ഷേത്രം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഗുരുദേവൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണ്. അവിടെ ഒരു അത്ഭുതമൊക്കെ നടന്നിട്ടുണ്ട് എന്നാ പറയുന്നത്. അത് പിന്നെ പറയാം. ഈ ക്ഷേത്രത്തിൽ ഒരാൾ അങ്ങ് ഗോപുരത്തിൻ്റെ അവിടുന്ന് ഇങ്ങനെ 2 കൈയും കൂപ്പി തൊഴുതു വരും. ചെരുപ്പൊക്കെ ഊരി ഗോപുരം. പിന്നെ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ സാഷ്ടാംഗം നമസ്കരിക്കും, പ്രദക്ഷിണ വീതികളിലൊക്കെ നമസ്കരിക്കും. ഇങ്ങനെ ഇദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ സർവാംഗ ഭക്തിയായിട്ട് നമുക്ക് തോന്നിക്കും, ഇല്ലേ? കാര്യം തൊഴുന്നു നമസ്കരിക്കുന്നു, തൊഴുന്നു നമസ്കരിക്കുന്നു, പ്രദക്ഷിണയിലൊക്കെ. ഒരു ദിവസം ഞാനിങ്ങനെ അവിടെ നോക്കിയിരിക്കുകയാണ്. ഇയാളുടെ ഈ ഭക്തി പാരവശ്യമൊക്കെ കണ്ട് എല്ലാവർക്കും ഇദ്ദേഹത്തോട് വലിയ ബഹുമാനമാണ്. ഇദ്ദേഹം ഇതും കഴിഞ്ഞ് ഇറങ്ങിച്ചെന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചെരുപ്പ് കാണാനില്ല. ഇത് കാണാനില്ല. ഉടനെ അദ്ദേഹം ആ നേരത്തെ ഗോപുരത്തിൻ്റെ അവിടെ നിന്ന് തൊഴുത് നമസ്കരിച്ച പുണ്യാള് പറയുകയാണ്, അല്ലെങ്കിൽ ഇവിടെ വന്ന ഇങ്ങനെയൊക്കെ ചെയ്യൂ. ആര്? സോമശേഖരൻ. വേറെ ചെരുപ്പെടുത്തോണ്ട് പോയാലല്ല, നേരത്തെ തൊഴുത് ചുറ്റിനും നടന്ന് പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ച വ്യക്തി ലാസ്റ്റ് മൊമെന്റിൽ എന്താ പറയുന്നത്? ഇങ്ങനെ അല്ലേലും ഇങ്ങനെയാണ് ഇവിടെ വന്നാൽ. ഇതാണ് നമ്മുടെ ഒരു തരം ഭക്തി. മനസ്സിലായി? ഇവിടെ ഇയാൾ കർമ്മയോഗിയല്ല. ബാഹ്യമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇയാളെ അങ്ങനെ തോന്നിക്കുമെങ്കിലും ആന്തരികമായിട്ട് കർമ്മഫലത്തെ ത്യജിച്ചാണല്ല. കർമ്മഫലം വേണമെന്ന് വിചാരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളാണ്. കർമ്മഫലത്തെ വേണമെന്ന് വിചാരിച്ച് ജീവിക്കുന്ന ആളുകളുടെ പ്രവൃത്തിയെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും എന്തോ ആ പ്രവൃത്തിയിലെല്ലാം രാഗദ്വേഷ കാമ ക്രോധാദികളൊക്കെ ഉള്ളറകളിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. മനസ്സിലായോ? അതാ എന്താണ് ഭഗവാൻ വ്യഭിചാരം എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ഗീതയിൽ. ആരാണ് വ്യഭിചാരി? ആരാണെന്ന് പറഞ്ഞാൽ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മ മിഥ്യാചാരസ ഉച്ചതി. ഇന്ദ്രിയങ്ങളെയും ഇന്ദ്രിയ വിഷയങ്ങളെയും തന്നിൽ ഒതുക്കിക്കൊണ്ട്, അതിലാണ് അവരവരിൽ ഒതുക്കിക്കൊണ്ട്, അവരവരിൽ ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവനെ എന്ത് പറയുന്നത്? നമ്മളിലെല്ലാം ഈ സ്വഭാവം ഉണ്ടാവും. എന്താ? മറ്റുള്ളവരെ കാണുക ഞാൻ എത്ര മാന്യനാണ്, എത്ര ശുദ്ധനാണ്. അതേസമയം എന്നോട് അടുത്ത ഒരാഴ്ച താമസിച്ചാൽ മനസ്സിലാകും എന്തോ ഇവ മഹാപോക്കാണ്. സത്യമാണ്. ഇത് എൻ്റെ കാര്യം മാത്രമല്ല, ഈ ലോകം ഇപ്പം ഇങ്ങനെയാണ്. അങ്ങനെയുള്ളിടത്ത് അവർ കർമ്മയോഗി അല്ല. അപ്പോൾ കർമ്മം അതിനോട് സംബന്ധിക്കുന്ന യോഗം ഒരാളിൽ വന്നു ചേരണമെങ്കിൽ സമത്വ ബുദ്ധിയോടുകൂടിയ വിചാരശീലനായിരിക്കണം ആ വ്യക്തി. അങ്ങനെയുള്ള വിചാരശീലനായ വ്യക്തി കർമ്മത്തിൽ നിന്നുള്ള ഫലത്തെ, അത് നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ, അതിനെല്ലാം ത്യജിച്ചിരിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? മക്കളെ വളർത്തുന്നു, എന്നിട്ട് 10-15 വയസ്സാകുമ്പം എടാ നിന്നെ ഞാൻ 10 മാസം ചുമന്തക്കാട പ്രസവിച്ചെന്ന് അമ്മമാർ പറയും. ഒരു കർമ്മയോഗിയാണോ? ആണോ? എന്താ കാര്യം? ഫലം പറഞ്ഞുകൊണ്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് ജോലി കിട്ടി, എടാ ശമ്പളം കൊണ്ട് തന്നില്ലേ, നിന്നെ ഞാൻ വളർത്തിയതല്ലേ, കണക്ക് പറയാൻ തുടങ്ങും. ആര്? അമ്മമാർ. ഇവിടെ ഈ കർമ്മസിദ്ധാന്തത്തെ ഭഗവാൻ അവതരിപ്പിക്കുമ്പോൾ ഒരു കുടുംബത്തിൻ്റെ ഭദ്രതയെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഭദ്രതയെ കാക്കാൻ ഈ ഫോർമുല എപ്പോഴും അനുഷ്ഠിക്കുന്ന നല്ലതാണ്. സ്വയം സമാധാനവും സ്വയം ശാന്തിയും സ്വയം ഉണരണമെങ്കിലും ഉത്തിഷ്ഠനാകണമെങ്കിലും നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ഈ കർമ്മ പദ്ധതി ഏതിനെയാണ്? എല്ലാ കർമ്മങ്ങളും ചെയ്യുക, എല്ലായിടത്തും പോവുക, എല്ലാ കർമ്മവും ചെയ്യുക. പക്ഷെ എന്ത് മാത്രം ആഗ്രഹിക്കരുത്? അതെന്തും ആയിക്കോട്ടെ, അതെന്തും വന്നു ചേരട്ടെ.
അതിലൊന്നും എനിക്ക് യാതൊരു ബന്ധവും ഇല്ല, സുഖവും ഇല്ല, ദുഃഖവും ഇല്ല, ഒന്നുമില്ല. പക്ഷെ എനിക്ക് എന്തേ ഉള്ളൂ, ഞാൻ വെറുതെ ഇരിക്കില്ല. വെറുതെ ഇരിക്കാൻ ഒരാൾക്കും സാധിക്കില്ല. ഗീതയിൽ സമാധി എന്ന് പറഞ്ഞ ശബ്ദം ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ സംസ്കൃതമൊന്നും അധികം പറയാത്തത് കൊണ്ടാണ്. കാര്യം ഇവിടെ ഇരിക്കുന്നവരൊന്നും കൂടെ ഉറങ്ങിക്കുക. മനസ്സിലായോ? സമാധി ശബ്ദം ഉപയോഗിച്ചിട്ടുണ്ട്. സമാധിയിൽ കർമ്മമില്ല എന്ന് ഈയിടെ ഒരിടത്ത് ഒരു പ്രസംഗത്തിൽ ഞാൻ കേട്ടു. ഞാനൊന്നും മിണ്ടിയില്ല, ഞാൻ അവിടുന്ന് പോകുന്നു. നോക്കൂ, സ്വാമി ഇപ്പം മാതാജി ഇവിടെ പലതവണ സമാധിയെക്കുറിച്ച് സൂചിപ്പിച്ചു കഴിഞ്ഞു. മാതാജി തലേദിവസമെങ്കിലും പറയണം, എനിക്ക് തൃശ്ശൂരിൽ നിന്ന് വരാനുള്ളതാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ് മാതാജിയുടെ സമാധിയെക്കുറിച്ച്. കാര്യം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഹൃദയം സമാധിക്ക് നമ്മളും വരണ്ടേ, വേണം. ഉദാഹരണമായിട്ട് യോഗിനി അമ്മയെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? എവിടെയുള്ളതാണ്? തൃപ്പയാർ യോഗിനിയമ്മ. യോഗിനിയമ്മ ആരുടെ ഭക്തയായിരുന്നെന്നറിയാമോ? യോഗിനിയമ്മയുടെ ജീവചരിത്രം എഴുതിയവരെല്ലാം മറച്ചു വെച്ചിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുദേവന്റെ ഭക്തയായിരുന്നു. ശിവഗിരിയിലെ മഹാസമാധി പ്രകാശാൻ സ്വാമി എന്നോട് പറഞ്ഞിട്ടുള്ള 6-7 മണിക്കൂറാണ് അമ്മ ഇരുന്ന് നാമം ജപിക്കുന്നത്. അവിടെ ഇരുന്നു അത്രയും വലിയ ഭക്തയാണ് അമ്മ. ഗുരുദേവന്റെ ഒരു പ്രതിഷ്ഠ ഷൊർണൂർ നടത്തിയിട്ടുണ്ട്. 3 മണിക്കൂർ ഒരു മന്ത്രം ജപിച്ചിട്ട് ആണ് ആ പ്രതിഷ്ഠാകരണം നിർവഹിച്ച യോഗിനിയാണ്. തൃപ്പയാർ യോഗിനി അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രസിദ്ധിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ അമ്മയുടെ മഹത്വത്തെക്കുറിച്ച് നമ്മളെല്ലാവരും ചിന്തിക്കുമ്പോൾ ഞാൻ പലപ്പോഴും ഇരുന്ന് ആലോചിക്കാറുണ്ട്. ഈ യോഗിനി അമ്മ സമാധിയായെന്നാണ് എല്ലാവരും പറയുന്നത്. അവിടെ ഞാൻ ചെന്നപ്പോൾ ഇതേപോലെ തന്നെ സമാധി എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ആലോചിക്കുക, ഒരു കുതിരവണ്ടി ഓടിക്കൊണ്ടിരിക്കുക, പെട്ടെന്നൊരു തടസ്സം ദൂരത്ത് നിന്ന് കണ്ടപ്പോൾ എന്ത് ചെയ്യും? അതിൻ്റെ കടിഞ്ഞാണിങ്ങനെ പിടിച്ചു മുറുക്കും. ആരാ? സവാരിക്കാൻ. അപ്പോൾ അവിടെ കർമ്മമുണ്ടോ? പറ, ഉണ്ടോ? എല്ലാവരും പറയില്ല, ഉണ്ടേ ഉണ്ട്. കർമ്മത്തിൻ്റെ മൂർധന്യ അവസ്ഥയാണ് അവിടെ കടിഞ്ഞാൻ പിടിക്കുന്നത്. എന്താ കാര്യം? അപകടം വന്നിരിക്കുന്നു, അത് അങ്ങോട്ട് പോകരുത്, അതുകൊണ്ട് കടിഞ്ഞാൻ മുറുക്കി പിടിച്ചിരിക്കുക. ഇതുപോലെയാണ് സമാധി അവസ്ഥ. അവിടെ കർമ്മമില്ല എന്നൊന്നും പറയരുത്, അത് ശാസ്ത്രവിരുദ്ധമാവും. കർമ്മമുണ്ട്. എല്ലാത്തിനെയും നിയന്ത്രിച്ച് ഒരിടത്ത് ഏകീഭവിക്കാനുള്ള ഒരു തീവ്ര പ്രയത്നം എവിടെ നടക്കുന്നുണ്ട്? ഈ സമാധി അവസ്ഥ. ഇതിനെക്കുറിച്ചൊക്കെ പുറത്തോട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വല്ലതും മനസ്സിലാവുക. ഇപ്പം സമാധിയെക്കുറിച്ച് ഏറ്റവും മോശ ചിത്രീകരണം നടത്തിയ നാടേതാണ്? വിദ്യാസമ്പന്നരായ കേരളത്തിലാണ്. ഏതോ ഒരു സ്വാമിയുടെ സമാധിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ ശബ്ദത്തെ ഇങ്ങനെ വക്രവൽക്കരിച്ചു. ഒരു ശബ്ദത്തെ പോലും ശരിയായ വണ്ണം മനസ്സിലാക്കാൻ കഴിയും. മനസ്സിലായോ? എന്തായാലും ഒരുപാട് വിഷയങ്ങളുണ്ടെങ്കിലും പറയുകയാണ്, ജന്മബന്ധ വിനിർമുക്ത, ജന്മബന്ധങ്ങളിൽ നിന്ന് രഹിതനായ, മോചിക്കപ്പെട്ടവൻ. ജന്മബന്ധനങ്ങളില്ലേ, അതിൽ നിന്നും മോചിക്കപ്പെട്ടവൻ. അവൻ എന്ത് ചെയ്യുന്നു? അനാമയം. അനാമയം എന്ന് പറഞ്ഞാൽ ദുഃഖമില്ലാതിരിക്കുന്ന അവസ്ഥ, അതാണ് അനാമയം. അനാമയം പദം ഗച്ഛന്തി. അനാമയമായിരിക്കുന്ന, ദുഃഖമില്ലാതായിരിക്കുന്ന പദത്തെ, സ്ഥാനത്തെ ഗച്ഛന്തി, പ്രാപിക്കുന്നു. ആരാ? കർമ്മയോഗി. മനസ്സിലായോ? അപ്പൊ കർമ്മയോഗി എന്താണ് ചെയ്യുന്നത്? ഒന്നാമത്തെ അവസ്ഥയിൽ വിചാരശീലനായ കർമ്മയോഗി കർമ്മഫലത്തെ ത്യജിക്കുന്നു. ഒന്നാം സ്റ്റെപ്പ് എന്ത് ചെയ്യുന്നു? കർമ്മയോഗി കർമ്മഫലത്തെ ത്യജിക്കുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ജന്മബന്ധങ്ങളിൽ നിന്ന് വിനിർമുക്തനാകുന്നു. ജനനമോ അതിനോട് സംബന്ധിക്കുന്ന ബന്ധങ്ങളോ ആർക്കില്ല? കർമ്മയോഗിക്കില്ല. അനാമയം, ദുഃഖരഹിതമായ, രോഗരഹിതമായ അവസ്ഥയിലേക്ക് ആര് പ്രാപിക്കുന്നു? കർമ്മയോഗി. അപ്പൊ കർമ്മയോഗി ആരാണ്? ശരിക്കും കർമ്മം ചെയ്യുകയും കർമ്മഫലത്തിൽ ആസക്തനാകാതിരിക്കുന്നവർ. ആരാണ്? കർമ്മയോഗി. ഇതിൽ നിന്ന് ഒരു പദ്യത്തിൽ നിന്ന് ഒരാശയത്തെ ഭഗവാൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. എന്താ അവതരിപ്പിക്കുന്നത്? ആരാണ് കർമ്മയോഗി? ശരിയായ കർമ്മയോഗി ആരാണെന്ന് മനസ്സിലായില്ല. എന്താണെന്ന് മനസ്സിലായില്ല. ഇനി തെറ്റിദ്ധരിക്കരുത്.
കർമ്മയോഗിക്ക് ഫലത്തെ ത്യജിച്ചെങ്കിൽ മാത്രമേ എവിടെ ചെന്നോട്ടെ ഒരു സ്ഥാനവും കിട്ടിയില്ലെങ്കിലും നമ്മൾ മാറിയിരിക്കുക, എവിടെങ്കിലും ഒഴിഞ്ഞു പോയിരിക്കുക. എന്താ കാര്യം? ഞാൻ കർമ്മയോഗിയാണ്, എനിക്ക് എവിടെ ഇരുന്നാലെന്ത്, എവിടെ ഇരുന്നില്ലേല്ല, എല്ലായിടവും എനിക്ക് തുല്യമായൊരു അവസ്ഥയാണ് കർമ്മയോഗിക്ക് ഗീതാകാരൻ പറഞ്ഞു. ഈ കർമ്മയോഗ അനുഷ്ഠാനം സന്യാസിമാർക്ക് മാത്രം മതിയോ? ആലോചിച്ചു. നല്ലൊരു പാചകം ചെയ്യുക ഒരു സ്ത്രീ, അതിനെ ആ സ്ത്രീ പാചകം ചെയ്യുമ്പോൾ ഞാൻ നല്ലവണ്ണം കർമ്മം ചെയ്തു എന്ന് അഭിമാനിക്കുകയാണെങ്കിൽ ദുഃഖിക്കേണ്ടി വരും. എന്താ കാര്യം? അഭിമാനബോധത്തോടു കൂടി ചെയ്യുന്ന കർമ്മത്തിൽ ശ്രദ്ധ കുറയാം. ശ്രദ്ധ കുറഞ്ഞാൽ എന്ത് ചെയ്യാം? ഞാനൊരു അമ്പലത്തിൽ പോയതുപോലെ ഒരു അമ്പലത്തിൽ പ്രഭാഷണത്തിന് ചെന്നു. ചെന്നപ്പോൾ അവിടെ ഒരു വയസ്സായ അമ്മയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ചായയോ കാപ്പിയോ ഒന്നും കുടിക്കില്ല അമ്മ എന്ന് പറഞ്ഞു. അപ്പോൾ അത് വാർദ്ധക്യമുള്ളതാണ്, ഞാൻ അതിനെ ഒരുപാട് മുഷിപ്പിച്ചില്ല. ആ അമ്മ പറഞ്ഞ് എന്തെങ്കിലും ഒരു വെള്ളം സമയം കുടിക്കണം. ഇവിടെ വന്നപ്പോഴും മാതാജി ചൂടുവെള്ളം തന്ന് നല്ല പുട്ടും പഴവും നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അത് വളരെ ടേസ്റ്റ് പോലെ തോന്നി. ഇനി തൃശ്ശൂർ കിട്ടാത്തതാണോ എന്നും അറിയില്ല, വിശപ്പിൻ്റെ ആധിക്യത്തിന് അങ്ങനെ ഉണ്ടാകാം. എന്തായാലും ഈ അമ്മ നിർബന്ധിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യും, ചായയും വേണ്ട കാപ്പിയും വേണ്ട, പാലും വെള്ളം എടുക്കാമെന്ന് ചോദിച്ചു. അതിനെന്താ സംബന്ധിച്ച് ഞാൻ പാലും വെള്ളം എടുക്കാം. ഉടൻ തന്നെ എൻ്റെ അടുത്തിരുന്ന തന്ത്രിക്ക് ചായയും കൊണ്ട് കൊടുത്ത് എനിക്ക് പാലും വെള്ളവും കൊണ്ട് തന്നു. ഷുഗറൊന്നും ഇല്ല, ഇപ്പോഴും ഇല്ല. അപ്പോൾ ഒരു പഞ്ചസാര അതിനകത്ത് ഇട്ടു. ഇതിലാണ് പാലിനകത്ത്. സജ്ജനങ്ങളെ കേൾക്കുക, ഞാൻ ഒരു തുള്ളു കുടിച്ചു കഴിഞ്ഞപ്പോൾ ഇറക്കാൻ വയ്യ, തുപ്പാൻ വയ്യ. എന്താ കാര്യം എന്ന് മനസ്സിലായി. പഞ്ചസാര ഉപ്പും അടുത്തടുത്തായിരുന്നു. വാർദ്ധക്യം ചെന്ന മാതാജിയുടെ ദൃഷ്ടിയിൽ ഉപ്പ് എന്തായി? പഞ്ചസാരയായി മാറി. പക്ഷെ കഴിക്കാൻ പോയി എനിക്കതെന്ത്? ഉപ്പ് തന്നെയാണ്. മനസ്സിലായി? എനിക്ക് തുപ്പാതിരിക്കാനും വയ്യ, ഇറക്കാനും വയ്യാത്തൊരവസ്ഥ. അപ്പോൾ ഞാൻ പതുക്കെ ആരോടും മിണ്ടിയില്ല, ആ പാല് കൊണ്ടുവന്ന് കളഞ്ഞു, കുടിച്ചു എന്നുള്ള രീതിയിലാക്കുകയും ചെയ്തു. കാര്യം എന്താ? എത്രയോ പ്രായമുള്ള ഒരമ്മ നമ്മളോട് സ്നേഹത്തോടു കൂടി ഉണ്ടാക്കി തരുമ്പോൾ അവർക്ക് വന്ന ഒരു തെറ്റിലെ നമ്മളത് ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ എത്രയോ വിഷമം ആർക്കുണ്ടാവും? അമ്മയ്ക്കുണ്ടാവും. മനസ്സിലായേ? അപ്പോൾ അശ്രദ്ധയുണ്ടെങ്കിൽ ചില തെറ്റുകൾ, അഭിമാനവും അശ്രദ്ധയും, ഇത് രണ്ടും കൂടെ നമ്മളിൽ ഉണ്ടെങ്കിലാണ് പ്രശ്നം വരുന്നത്. മനസ്സിലായോ? അഹങ്കാരവും ഭോക്തൃത്വ രൂപവും കൂടി ഇരിക്കുന്നിടത്താണ് കർമ്മത്തിനകത്ത് അവ്യവസ്ഥിതി ഉണ്ടാകുന്നത്. എന്ത് ചെയ്യണമെന്നറിയില്ല. നിങ്ങളിൽ അഹങ്കാരം രൂഢമൂലമായിരിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയുന്ന വാക്കുകൾ അർത്ഥം എന്തായിരിക്കും? ഗ്രാഹ്യമല്ല. കേൾക്കുമ്പോൾ തന്നെ എന്ത് വരും? ഒരു അസ്വസ്ഥത തോന്നിക്കില്ലേ? ഇനി നിങ്ങളിൽ അഹങ്കാരം എന്ന് പറയുന്ന സാധനമേ ഇല്ല, അതേ പോയി വളരെ ശാന്തമായിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ ഉപ്പിട്ട് കിട്ടിയ പാലും എന്തായിരിക്കും? അമൃതായിട്ട് നിങ്ങൾക്ക് തോന്നും. അതിലൊരു പരാതിയോ പരിഭവത്തിനോ ഇടം നൽകാൻ നിങ്ങൾക്ക് സാധിക്കില്ല. സുഹൃത്തുക്കളെ, നമ്മുടെ നിത്യജീവിതം ഇതൊരു കർമ്മയോഗമാണ്. ഇത് അനുഷ്ഠിക്കപ്പെട്ടാൽ ഈ ലോകത്ത് നിങ്ങളെപ്പോലെ പവിത്രമായ ഒരാൾ വേറെ ഉണ്ടാവുകയില്ല. ജീവിതത്തിലെ നിത്യ സാഹചര്യങ്ങളിലെ നിങ്ങൾ അനുഷ്ഠിക്കേണ്ട ചില കാര്യങ്ങൾ, കുഴപ്പമില്ല, അനുഷ്ഠിക്കേണ്ട ചില കാര്യങ്ങൾ കൃത്യമായി അനുഷ്ഠിച്ചാൽ ആരെയും വെറുപ്പിക്കാതിരിക്കാൻ ഒന്നാമത്തെ ശ്രദ്ധിക്കുക. മനസ്സിലായോ? ആരെയും വെറുപ്പിക്കുക. ഇനി സത്യത്തിന് വേണ്ടി നിലകൊള്ളണം, അതിനു വേണ്ടി വെറുപ്പിച്ചാലും കുഴപ്പമില്ല. മറ്റു തരത്തിൽ വെറുപ്പിക്കണം, ധർമ്മത്തിന് വേണ്ടി നിലകൊള്ളണം. രണ്ടാമത്തത് നിങ്ങൾ ചെയ്യേണ്ടത് എന്ത് കർമ്മം ചെയ്യുമ്പോഴും ശ്രദ്ധയോടുകൂടി ചെയ്യുക. എന്തോടുകൂടി ചെയ്യണം? ശ്രദ്ധയോട്. അശ്രദ്ധ ഉണ്ടാകരുത്. സന്യാസിമാർക്ക് ഒരു ദിനചര്യാക്രമവും നിഷ്ഠയും ഒക്കെ ജീവിതത്തിലുണ്ടെങ്കിൽ കർമ്മശുദ്ധിയും ശ്രദ്ധയും തന്നെ വരും. ഇങ്ങനൊന്ന് പരിപാലിക്കപ്പെട്ട മനസ്സാണെങ്കിൽ ഈ ലോകത്ത് തോപ്പിക്കാൻ പറ്റില്ല. ആരെ? ഈ നാട്ടുകാർക്കൊന്നും. ആരെ? വിജയാനന്ദത്തെ. പറ്റുമോ? ജ്ഞാന വിജയാനന്ദത്തെ തോപ്പിക്കാൻ പറ്റുമോ? എന്താ കാരണം?
ഞാൻ എപ്പോഴും പ്രസന്നമുഖിയാണ്. ഞാൻ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലത്തെ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ നടത്തുന്ന പരിപാടികൾ ഇനിയും നടത്തിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് വേണേ വന്നിരുന്ന് കേട്ടുകൊള്ളുക. കേട്ടാലും ഇല്ലെങ്കിലും ഞാൻ ഇതിൽ നിന്ന് പിന്മാറുന്ന സ്വഭാവമേ ഇല്ല എന്ന് സമൂഹത്തോട് പറയാൻ നമുക്ക് കഴിഞ്ഞാൽ ഒരു പക്ഷേ സമൂഹം അവസാനം എന്തായിരിക്കും? ഇല്ല, എറുമ്പ് എഴഞ്ഞു വരുന്ന കണ്ടിട്ടുണ്ടാകും. എങ്ങൂന്നും ഒന്നും കിട്ടാതെ വരുമ്പം എവിടെങ്കിലും ഒരു അരി കഷ്ണം കിടക്കുന്ന കണ്ടാൽ അവർ വാലെ 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 പതുക്കെ വന്നോളൂ. വന്ന് കൂട്ടത്തോടെ വരും. പിന്നെ അവസാനം പറയൂ, ഇവിടെ ഇത്രയും സൗകര്യമുള്ളൂ, എല്ലാവരും നിയന്ത്രണം പാലിക്കണമെന്ന് പറയേണ്ടി വരുന്ന ഒരു സ്ഥിതി പോലും. മനസ്സിലായി? അതിനുള്ള അരിയാണ് ഇതുപോലുള്ള ഗീതാ ക്ലാസ്സുകൾ. കേൾക്കേണ്ടവർ കേട്ട് മനസ്സിന് പരിവർത്തനം. ഇപ്പം ഇവിടെ ഇരിക്കുന്ന ഒരാൾ പോലും ഇത് കേൾക്കാണ്ടിരിക്കുകയാണെന്ന് എനിക്ക് ഇത്രയും മതി. വന്നിരിക്കുന്ന ആളുകൾ ശ്രദ്ധയോടുകൂടി കേൾക്കുന്നുണ്ടോ എന്നുള്ളത് മാത്രം. നമ്മുടെ കൊടുങ്ങല്ലൂരുകാരൻ സ്വാമി മാത്രമേ ഇടയ്ക്കൊന്ന് കുംഭകർണനിലേക്ക് പോകും, ഇടയ്ക്ക് സ്വാമി ഒന്ന് ജാഗ്രതാവും, അത്രയേ ഉള്ളൂ. എന്നാലും മുന്നിൽ നിന്ന് ഉറങ്ങാൻ സ്വാമിക്ക് തോന്നിക്കില്ല. എന്താ കാര്യം? ഞങ്ങളുടെ നാട് കൊടുങ്ങല്ലൂർ ഭരണി നടക്കുന്ന നാടാണ്. മനസ്സിലായി? അവിടെ എല്ലാവരെയും ജാഗ്രതാക്കുന്ന നാടാണ്. ജാഗ്രത എന്ന് പറഞ്ഞാൽ ഉറക്കാത്ത നാട്, ഉണർന്നിരിക്കുന്ന നാട്. മനസ്സിലായി? ഒരു ശബ്ദം ഉച്ചരിച്ചു, ശാന്തി ശാന്തി ശാന്തി. തൃശ്ശൂർ ജില്ലയിലാണ് ആ ശാന്തിക്കാരുടെ എണ്ണം കൊണ്ട് ഭയങ്കര അല്ലേ? ഈ സ്വാമിജിയുടെ നാട്ടിലാണ് ഏറ്റവും കൂടുതൽ എന്നുള്ളത് ശാന്തിക്കാരുള്ളത്. അവിടെ ശാന്തി ഇല്ലാന്ന് മാത്രം. 300-ൽ പരം ശാന്തിക്കാരുണ്ട്. ഗുരുദേവന്റെ ശിഷ്യനായ കോരുവാശാൻ സ്ഥാപിച്ചാൽ കോരുവാശാൻ വൈദിക യോഗത്തിൻ്റെ ആണെന്നറിയില്ല. നല്ല പ്രവർത്തനമാണ് അവരൊക്കെ. പക്ഷെ മാതാജിയും പറയുന്നു, ഞാനും പറയുന്നു, എല്ലാവരും പറയുന്നു ശാന്തി ശാന്തി. എങ്ങനെ ഈ ശാന്തിയെ കൈവരിക്കാം? അതും കൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ മൈക്ക് കൈമാറാം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിഹായ കാമാൻ സർവാൻ ഉമാം ശരതി നിസ്കൃത നിർമ്മമോ നിരഹങ്കാര പ്രശാന്തി അധികച്ചതി. ശാന്തിയെ അധികച്ചതി പ്രാപിക്കുന്നു ആര്? അവൻ. ആരാണവൻ? ആരാണോ വിഹായ സർവാൻ കാമാൻ വിഹായ, എല്ലാ കാമങ്ങളെ ആശകളെയും വിഹായ ഉപേക്ഷിച്ചവൻ. അപ്പൊ ശാന്തിയെ പ്രാപിക്കുന്ന ആരാണ്? എനിക്ക് ആശ്രമം കെട്ടണ്ട, ആശ്രമാധിപതിയാകണ്ട. മനസ്സിലാവുന്നുണ്ടോ? ആർക്കാ ശാന്തി ഉള്ളതപ്പം? ആശ്രമം കെട്ടിയാൽ ആശ്രമം കെട്ടിക്കോ, അവിടെ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യണം? ഇങ്ങനെ ചിന്തിച്ചോണം. വിഹായ കാമാൻ സർവാൻ ഉമാം ശരതി നിസ്കൃത. ഏതൊരു മനുഷ്യനാണ്, ഏതൊരു പുരുഷനാണോ, കുമാനാണോ, പുരുഷനാണോ വിഹായ കാമാൻ സർവാൻ കാമാൻ വിഹായ, എല്ലാ ആശകളെയും ഉപേക്ഷിച്ചു. മനസ്സിലായോ? ഏതൊരു സന്യാസിയാണോ, സന്യാസിനിയാണോ, പുരുഷനാണോ, ഇനി ഡോക്ടർ മനോജാണോ, മനോജിൻ്റെ കൂടെ വന്ന പെൺകുട്ടിയാണോ, അതിനെ ഒഴിവാക്കി അതിന് വിഷമമാകും. കുട്ടിയാണോ, ഒഴിവാക്കിയ വിഷമം വരുമോ? ഒരു കരുതി ചിരിക്കുകയുള്ളൂ. യഥാർത്ഥത്തിലെ കർമ്മയോഗി ആരാ? കോഡിയോഗ്രാഫറാണ്. നമ്മളാരുമല്ല. എന്ത് ചോദിച്ചാലും പ്രസന്നതയോടുകൂടി ഇരിക്കാനും കഴിയുക. എല്ലാ ആശകളെയും ആരിൽ നിന്നാണോ അകറ്റിയിട്ടുള്ളത്, നാളെ രാവിലെ എന്ത് സംഭവിക്കും, നാളെ എന്താകും കഴിക്കാൻ, അല്ലേ എന്നൊക്കെ നമ്മൾ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുക. നമ്മൾ രാത്രി ആയി കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഗൃഹസ്ഥന്മാരുടെ വീടുകളിലൊക്കെ ചെയ്യുന്ന എന്താണ്, രാത്രി ആയി കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ അടുക്കൽ ചെന്നിട്ട് ഭർത്താവ് ഭാര്യയോട് ചോദിക്കും, ഇത് നാളെ എന്താ രാവിലെ, നാളെ എന്താ രാവിലെ, മറ്റേതെന്താ, അത് മുളക് പൊടി കുറച്ച്, അത് ഇത് കുറേ നിർദ്ദേശം കൊടുത്തിട്ട് അയാളുണ്ട്. നോക്ക്, എന്നാലും നല്ല വർത്തമാനത്തിലല്ല ഒരാളിൻ്റെയും രാത്രികാലം. എല്ലാവരുടെയും ഉള്ളിൽ നാളെകളെ കുറിച്ച്, നാളെ എന്താകണം, എന്ത് വേണം എന്നുള്ളതല്ലാണ്ട് ഇന്നത്തെ അവസ്ഥയിൽ ഇരുന്നുകൊണ്ട് ആശകളെ പെറുക്കി മാറ്റാനുള്ള ഒരു ശ്രമം ആരിലും ഇല്ല. ഉണ്ടോ?
നമ്മളൊന്ന് ചിന്തിച്ചു നോക്കും. ഒരുപാട് ഞാനിപ്പം പറയുന്നത് കൊല്ലം എന്ന് പറഞ്ഞ പഴയ കാലത്ത് ഒരു വലിയ സമ്പന്നമായ ഭക്തിയുടെ നാടായിരുന്നു. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. എൻ്റെ പൂർവാശ്രമം അരിപ്പാടായിരുന്നു. അതുകൊണ്ട് ഈ കൊല്ലം ജില്ലയെക്കുറിച്ച് പഴയ കാലത്ത് ഞങ്ങൾ കേട്ടിരുന്നത് അഖണ്ഡ നാമജപ യജ്ഞം നടന്നിരുന്ന ഒരു നാടായിരുന്നു. അത് വീടുകൾ തോറും നടന്നത്. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു നിലവിളക്ക് കൊളുത്തി വെച്ച് ഒരുപാട് ആളുകൾ കൂടി എന്ത് ചെയ്യും, നാമജപ യജ്ഞം നടത്തി. ഇവിടെ ഇന്നലെ നടന്നതുപോലെ അതൊരു വലിയ ചടങ്ങാക്കിക്കൊണ്ട് നടന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ അതിനെ പിന്നീട് വ്യവസായവൽക്കരണം വന്നു ആരുടെയോ ബുദ്ധിയിലൊക്കെ. ഏതാ ഈ ആശകളെ ത്യജിക്കാത്ത ആളുകൾ ഭക്തിയിലേക്ക് വന്നപ്പോൾ ഉണ്ടായ വിരാമമാണ് എവിടെ കാണുന്നത്, ഈ കൊല്ലത്ത് കാണുന്നത്. സപ്താഹത്തിനൊക്കെ എത്രയോ ആളുകൾ കൂടിയിരുന്ന സ്ഥലമാണ്. സപ്താഹം ഇപ്പം എന്താണ് കേൾക്കാൻ ചെല്ലുന്നത്, എന്താ വായിക്കുന്ന മുഴുവൻ സംസ്കൃതം. അതിൽ മുഴുവൻ പറയുന്നത് എന്താണ്, എന്താണ് അജ്ഞാനന്ത്വാന്ത വിധ്വംസ എന്നാ പറയുന്നത്. അജ്ഞാനമായിരിക്കുന്ന അന്ധകാരത്തെ നശിപ്പിക്കുന്നവനായിരിക്കുന്ന കൃഷ്ണ ഭഗവാന്റെ കഥകൾ എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. പിന്നെ അങ്ങോട്ട് വൈകി കൂടെ പറയുന്നത് മൃത്യുഞ്ജയ ഹോമം ചെയ്തു കഴിഞ്ഞാൽ ഉള്ള ഫലം. ഇങ്ങനെ പൂജാ പ്രക്രിയകൾ മുഴുവൻ വായിക്കുന്ന ഇടവായി ഇത് മാറി. അവിടെയാണ് ജനങ്ങൾ ഇതിൽ നിന്ന് അകന്നുപോയി. ജനങ്ങൾ ഇങ്ങനെയുള്ള ഭക്തിസാന്ദ്രമായ ചടങ്ങുകളിൽ നിന്ന്, ചില കുബുദ്ധികളുടെ തെറ്റിദ്ധാരണജനകമായ അവസ്ഥയിൽ നിന്ന് അകന്നു പോയപ്പോൾ ഇപ്പം ആരെയും ആ ബൈനോക്കുലറിലൂടെ നോക്കുള്ളൂ. ഏതാ മറ്റേ യജ്ഞം പോലെ തന്നെ ഇത്. അതുകൊണ്ടാണ് പലരും വിഘടിച്ച് നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, വിഹായ കാമാൻ നസർവാൻ പുമാം ശരതി നിസ്പൃഹ. ചരിക്കുക. പുരുഷൻ എങ്ങനെ സഞ്ചരിക്കണം, എങ്ങനെ ജീവിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൻ്റെ ഉള്ളിലുള്ള നാളെ എന്നുള്ള ചിന്തകളെയെല്ലാം വിരാമം പ്രാപിച്ചുകൊണ്ട് നല്ല നല്ല കാര്യങ്ങളിൽ മാത്രം അയവിറക്കിക്കൊണ്ട് സ്വസ്ഥനായിട്ട് ജീവിക്കാൻ കഴിയുക. അത് ഏറ്റവും അവലംബമായൊരു കാര്യമാണ്. പിന്നെയോ നിർമ്മമോ നിരഹങ്കാരം. ഏറ്റവും പ്രശ്നം എന്താണ്, ഇപ്പോൾ ഒരാളുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ട്, ചോദിച്ചാൽ തരുമോ? നമ്മൾ സൂക്ഷിച്ചൊന്ന് നോക്കും. എന്തിനാണ്? ആ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ അവരുടെ സ്വന്തമാണ്. നിരഹങ്കാരം, അഹങ്കാരരഹിതനായിരിക്കുക. മമതയില്ലാതെയും അഹങ്കാരരഹിതനായും ഇരിക്കുന്ന ആളുകളാണ് സശാന്തി അധികരിച്ചത്. അപ്പം മാത്രമേ ഇത് വായിക്കുകയുള്ളൂ, ശാന്തിയെ പ്രാപിക്കുകയുള്ളൂ. അപ്പം ആരാണ് ശാന്തിയെ പ്രാപിക്കുന്നത്? നിർമ്മമോ നിരഹങ്കാര. എവിടെ ചെന്നാലും ആരെങ്കിലും നമ്മളുടെ വന്നിട്ട് ശാന്തി, ഞാൻ ശാന്തനാണെന്ന് പറഞ്ഞാൽ അവനിൽ മമതാബുദ്ധിയുണ്ടോ അഹങ്കാരമുണ്ടോ എന്ന് ആദ്യം നമ്മളൊന്ന് കണ്ണിൽ നോക്കിയാൽ മതി. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ആ മണ്ടൻ വെറും വാക്കിലെ ശാന്തിയാണ്. അവന് ശാന്തിയേ ഇല്ല എന്ന് മനസ്സിലാക്കിക്കോളും. മനസ്സിലായല്ലോ എല്ലാവർക്കും? പിടികിട്ടിയ? അപ്പോൾ ജീവിതം കർമ്മയോഗ സിദ്ധാന്തം അനുസരിച്ച് ആശകളെ ത്യജിച്ച്, അല്ലെങ്കിൽ ഫലകാംക്ഷയില്ലാതെ ആസക്തിയില്ലാതെ ഒന്നിലും ഒട്ടിച്ചേരാതെ കർമ്മം ചെയ്യാൻ സാധിക്കുന്ന വ്യക്തികൾ തപോമൂർത്തികളും അവരിൽ നിന്ന് നിർഗളിക്കുന്ന ചൈതന്യവും ശക്തിവിശേഷവുമാണ് മറ്റുള്ളവരെ പരിവർത്തനം ചെയ്യുന്നത്. മനസ്സിലായോ? ഒരു തപോവനാൻ സ്വാമിജിക്ക് ഒരു ചിന്മയാൻ സ്വാമിജിയെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു. ഒരു ശ്രീനാരായണ ഗുരുദേവന് 66-ൽ പരം ശിഷ്യന്മാരെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു, ഇല്ലേ? ഒരു ചട്ടമ്പി സ്വാമികൾക്ക് അനേകം തീർത്ഥവാദ പരമ്പരയിലെ സന്യാസിമാരെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു. ഒരു ശങ്കരാചാര്യർക്ക് അസ്താമലകൻ തുടങ്ങി അനേകം ശിഷ്യന്മാരെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു. ഇവരുടെയൊക്കെ യോഗ്യത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവര് ഈ പറഞ്ഞ പോലെ സശാന്തി മതിഗച്ഛതി, നിർമ്മമോ നിരഹങ്കാര സശാന്തി മതിഗച്ഛതി. അപ്പോൾ എനിക്ക് മൂല്യഗുണങ്ങൾ ഉള്ളപ്പോഴാണ് എനിക്ക് ശാന്തിയെ പ്രാപിക്കാൻ സാധിക്കുന്നതെന്നുള്ള കാര്യം വ്യക്തമാക്കി തന്നിരിക്കുകയാണ് ഇവിടെ. ചെറിയ ഒരു ഉദാഹരണത്തോടു കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ എൻ്റെ വാക്കുകളെ സമർപ്പിക്കുകയാണ് അടുത്തത്. ഞാൻ അധിക സമയം എടുക്കുന്ന ആളല്ല, 3 മിനിറ്റ് കൊണ്ടും പ്രസംഗം അവസാനിപ്പിച്ചിട്ടുള്ള ആളാണ്. വലിയ വേദികളിൽ
ഇപ്പൊ മാതാജി പറഞ്ഞതുകൊണ്ട് തലയാട്ടി മാതാജി ഇരിക്കുന്ന കണ്ടപ്പോൾ സമയമുണ്ടെന്നാണ് ഞാൻ അർത്ഥമാക്കിയത്. അതുകൊണ്ടാണ് ഞാനിരുന്ന് വാക്കുകൾ. പക്ഷെ എന്നാലും എൻ്റെ അടുത്തൊരു ആത്മസുഹൃത്ത് ഇരിക്കുമ്പോൾ അപ്പോഴും അവർക്ക് സമയം കണ്ടെത്തി കൊടുക്കണം എന്ന ആഗ്രഹം ഉള്ളത് കൊണ്ട് ആണ് ഞാൻ നേരത്തെ നിർത്താൻ ഒരുങ്ങിയതാണ്. ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം മാത്രം പറയുക. ഒരു സ്വാമിയുടെ അടുക്കൽ ഒരു ഗൃഹസ്ഥനും അദ്ദേഹത്തിൻ്റെ മകനും കൂടെ ചെല്ലുമായിരുന്നു. ആരൊക്കെയാണ്? അച്ഛനും മോനും. അപ്പോൾ സ്വാമി നല്ല നല്ല ഉപദേശങ്ങൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരുന്നു. കേട്ടല്ലോ, ഗൃഹസ്ഥൻ അത് കേട്ടുകൊണ്ടേയിരുന്നു. അപ്പോൾ ഈ കൊച്ചുകുട്ടിയായ 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഈ കുട്ടിക്ക് വലിയ പ്രാരബ്ധങ്ങളൊന്നുമില്ല. ഉണ്ടോ? ഇല്ല. അവർ നാളെ എന്ത് കിട്ടും അതൊക്കെ അച്ഛനും അമ്മയും നോക്കിത്തരും. കിടക്കാൻ വീട് അന്വേഷിക്കേണ്ട, പുസ്തകം അന്വേഷിക്കേണ്ട. അപ്പോൾ അവൻ്റെ ജീവിതം എന്താ? വലിയ സന്തോഷഭരിതമാണ്. അപ്പോൾ അവനെന്ത് ചെയ്തു? സ്വാമിജിയോട് ഒരു സംശയം ചോദിച്ചു ഒരു ദിവസം. സ്വാമിജി, എനിക്കിങ്ങനെ ദീർഘകാലം ജീവിച്ചിരിക്കണം. എന്ത് വേണം? ദീർഘകാലം ജീവിച്ചിരിക്കണം. അതിനെന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ശ്രദ്ധിച്ച് കേട്ടോണം, ഇത് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഉടനെ സ്വാമിജി പറഞ്ഞു, അതിന് കല്യാണം കഴിച്ചാൽ മതി. എന്ത് പറഞ്ഞ്? കല്യാണം കഴിച്ചാൽ മതി. അപ്പോൾ അവൻ ചോദിച്ചു, കല്യാണം കഴിച്ചാൽ അത് കിട്ടുമെന്ന് ചോദിച്ചു. ഏതാ? ദീർഘകാലം ജീവിക്കണമെന്നുള്ള ആഗ്രഹം കിട്ടുമെന്ന് ചോദിച്ചു. ജീവിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. രോഗങ്ങളൊന്നുമില്ല, ഇങ്ങനെ വല്ല ഒരു അച്ഛനും അമ്മയും പാടുപെട്ട് കൊണ്ട് തരുന്ന തിന്നും കിടന്നും ഉറങ്ങിയും ജീവിക്കണമെന്നാണ് അവൻ ഉദ്ദേശിക്കുന്നത്. അപ്പോഴാണ് പറഞ്ഞ കല്യാണം കഴിച്ചാൽ മതി എന്ന് സാധനം. ഉടനെ അവൻ ചോദിച്ച ചോദ്യമാണ്, കല്യാണം കഴിച്ചാൽ ദീർഘകാലം ആയുസ് കിട്ടുമോ, ദീർഘായുസ് കിട്ടുമോ എന്ന് ചോദിച്ചു. ഉടനെ സ്വാമിജി പറഞ്ഞു, ദീർഘായുസ് കിട്ടില്ല, പിന്നെ ദീർഘകാലം ജീവിക്കണമെന്നുള്ള ആഗ്രഹം കല്യാണം കഴിച്ചാൽ കിട്ടും. കിട്ടിയോ? എന്ത് കിട്ടി? ദീർഘകാലം ജീവിക്കണമെന്നുള്ള ആഗ്രഹം കിട്ടുള്ളൂ. ഏത് കഴിച്ചാൽ? ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ച ഗുരുക്കന്മാരുടെ പാരമ്പര്യമാണ് ആർക്കുള്ളത്? നമുക്കെല്ലാവർക്കും. എന്ന് പറഞ്ഞാൽ ദീർഘായുസിന് വേണ്ടി ചെന്ന ശിഷ്യനോട് കല്യാണം കഴിക്കാൻ പറയുകയും കല്യാണം കഴിച്ചാൽ ദീർഘായുസ് കിട്ടുമെന്ന് ചോദിച്ച ശിഷ്യനോട് ദീർഘായുസ് വേണമെന്നുള്ള ആഗ്രഹമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കൊടുത്ത ഒരു പാരമ്പര്യമാണ് എവിടെയുള്ളത്? നമുക്കെല്ലാവർക്കും. ആ പാരമ്പര്യത്തിൻ്റെ ഒരുപാട് പരമ്പരകളാണ് ഇവിടെ അണിനിരന്നിരിക്കുന്നത്. അവരുടെ മുമ്പിലാണ് എനിക്ക് ഈ ക്ലാസ് എടുക്കാൻ കഴിയുന്നതും നിങ്ങളത് കേട്ടിരുന്നത്. എൻ്റെ ക്ലാസ് വളരെ പ്രൗഢഗംഭീരമായ ക്ലാസ്സല്ല, സരളമായി നിങ്ങളെ എല്ലാം തലയാട്ടിച്ചുകൊണ്ടാണ് ഞാൻ ക്ലാസ് എടുത്തതെന്ന് എനിക്ക് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ മാതാജിക്ക് ഒരു കുറ്റവും പറയാൻ പറ്റില്ല. കാര്യം എന്താ? ഇവിടെ ഇരുന്ന ഒരാൾ പോലും മാതാജി ഉറങ്ങിയില്ല. അത് തന്നെയാണ് മാതാജി എനിക്ക് തരേണ്ട എന്ത് സർട്ടിഫിക്കറ്റ്. ഇത് കിട്ടിയ എന്ത് സർട്ടിഫിക്കറ്റ് തരണം? ഇവിടെ കേട്ടിരുന്ന ഒരാൾ ഉറങ്ങിയില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് തന്നില്ലെങ്കിലും ഒന്നും വേണ്ട. നല്ല വാക്കുകളും നല്ല പ്രവൃത്തികളും നല്ല ഹൃദയങ്ങളുമായിട്ട് ഭഗവാനിൽ സമർപ്പിക്കപ്പെട്ട മനസ്സോടുകൂടി നമ്മൾ ഒന്നാണെന്ന ബോധത്തോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധിച്ചാൽ അത് തന്നെയാണ് ഈ ലോകത്തിന് ഹിതകരമായ കർമ്മ പദ്ധതി. അത് തന്നെയാണ് കർമ്മ യോഗവും. എന്നെ ഇതിന് ക്ഷണിച്ച മാതാജിക്കും ഇവിടെ മാതാജിയുടെ ശിഷ്യ പരമ്പരയിൽപ്പെട്ട സന്യാസിമാരാണ് ഇവിടെ കൂടിയിരിക്കുന്നത്, അല്ലേ? അത് തന്നെയാണ്. അതല്ലേ മാതാജിയുടെ പരമ്പരയിൽപ്പെട്ടവർ. ശിഷ്യ പരമ്പര എന്ന് പറയുമ്പോഴത്തേക്ക് പ്രഭാകരാൻ സ്വാമിയുടെ പരമ്പരയാണ് എല്ലാവരും, അല്ലേ? അപ്പോൾ ആ പരമ്പരയിൽപ്പെട്ട എല്ലാവരും വന്നിരുന്ന് എൻ്റെ ക്ലാസ്സിലേക്ക് വയ്ക്കുകയും ഇതിനെ സന്തോഷത്തോടുകൂടി എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കി എന്നുള്ള ഒരു ധാരണയോടുകൂടി എല്ലാവരും പോകുമെന്നുള്ള വിചാരത്തിൽ ക്ഷണിക്കപ്പെട്ട മാതാജിയോടും എല്ലാവരോടും നന്ദി, നമസ്കാരം. ഓ നമോ ഭഗവതേ വാസുദേവായ.